സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരീ സഹോദരന്മാരെ, ബെസ്റൗമ ധ്യാനത്തിൻ്റെ 3-ാം ദിവസമായ ഇന്ന് കരുതലോടെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ഉം 29-ഉം വാചകങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ, കരുതലോടെ കാത്തിരിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ കാരുണ്യമാണ് നമ്മൾ ഈ വാചകത്തിലൂടെ വായിച്ചെടുക്കുന്നത്. കർത്താവിൻ്റെ കരുണയുടെ ഈ സ്പർശം മനുഷ്യനിലേക്ക് എത്തുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നല്ല സമറായൻ്റെ കഥ വായിക്കുന്നുണ്ട്. നല്ല സമറായൻ്റെ കഥയിലും ഇതോടെ കരുതലോടെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുഖം നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. 3 കഥാപാത്രങ്ങളെ ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തിൽ നമ്മൾ കാണുമ്പോൾ, ഏറ്റവും ആദ്യം പരിക്കേറ്റവൻ്റെ മുന്നിലേക്ക് എത്തുന്നത് ഒരു പുരോഹിതനാണ്. തൻ്റെ ദൗത്യം നിർവഹിക്കാനായി ഓടിപ്പോകുന്ന ആ മനുഷ്യന്, വഴിയരികിൽ പരിക്കേറ്റ് കിടക്കുന്ന ആ മനുഷ്യനെ, മുറിവേറ്റവനെ കാണാൻ സമയമില്ലാതായി പോകുന്നു. അദ്ദേഹം അവിടെ വന്നു നിന്ന് ഈ മനുഷ്യനെ കാണുമ്പോൾ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ഇന്ന് ഈ സമയം ഇവിടെ ഇറങ്ങിയാൽ എനിക്ക് എന്ത് നഷ്ടമുണ്ടാകും എന്നാണ്. ഞാൻ ഈ മനുഷ്യനെ സഹായിക്കാനായിട്ട് ഇവിടെ സമയം കണ്ടെത്തിയാൽ എനിക്ക് എന്ത് നഷ്ടമുണ്ടാകും എന്നാണ്. ഒരുപക്ഷെ സമയം നഷ്ടമുണ്ടാവാം, തൻ്റെ ദൗത്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന് ചിലപ്പോൾ കഴിയാതെ പോയി എന്ന് വരാം. അതുമല്ലെങ്കിൽ അദ്ദേഹത്തിന് പണത്തിൻ്റെ നഷ്ടമുണ്ടാവാം. ഈ 3 നഷ്ടങ്ങളെ അദ്ദേഹം വെച്ച് ആ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ ഇവിടെ അദ്ദേഹം കണ്ടെത്തുന്നത് തൻ്റെ നഷ്ടത്തെക്കുറിച്ചാണ്. മുഴുവൻ സമയവും നഷ്ടമായി അദ്ദേഹം പരിഗണിക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥലത്ത് ഇറങ്ങാതെ പോവുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, വേറെ 2-ാമത്തെ കഥാപാത്രം ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ പുരോഹിത ശുശ്രൂഷയിൽ സഹായിക്കുന്ന ആ 2-ാമത്തെ മനുഷ്യൻ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഇതുപോലെ തന്നെയാണ്. ആ മനുഷ്യനും ചിന്തിക്കുന്നു, ഞാൻ ഇവിടെ ഇറങ്ങിയാൽ എനിക്ക് എന്ത് നഷ്ടമുണ്ടാവുമെന്നാണ്. അദ്ദേഹത്തോടും നഷ്ടത്തിൻ്റെ കണക്ക് പറയുമ്പോൾ, നഷ്ടം വലുതാണെന്ന് ബോധ്യമാകുമ്പോൾ, ആ മനുഷ്യന് നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ നഷ്ടം തനിക്കാണെന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ ഇറങ്ങാതെ പോവുകയാണ്. എന്നാൽ 3-ാമത് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അവൻ്റെ പേര് സമറായൻ എന്ന് മാത്രമാണ്. സാധാരണഗതിയിൽ മാനുഷികമായി ചിന്തിച്ചാൽ ഒരു യഹൂദനോട് ഒരു വിധത്തിലും സഹതാപം കാണിക്കാൻ വഴിയില്ലാത്തതും സഹതാപം കാണിക്കാൻ പാടില്ലാത്തതുമായ ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ്റെ മുമ്പിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത മറിച്ചായിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഈ സമയം ഇറങ്ങിയില്ലെങ്കിൽ ഈ താഴെ മനുഷ്യൻ ജീവന് വേണ്ടി പടപൊരുതുന്ന ആ മനുഷ്യന് എന്ത് നഷ്ടമുണ്ടാവുമെന്നാണ്. ആ നഷ്ടത്തെ അദ്ദേഹം തിരിച്ചറിയുന്നു. എനിക്ക് എന്തൊക്കെ നഷ്ടങ്ങളുണ്ടായാലും എൻ്റെ നഷ്ടത്തോളമല്ല, അതിനേക്കാൾ വലിയ നഷ്ടം ഈ വഴിയരികിൽ കിടക്കുന്ന ഈ മനുഷ്യനുണ്ട്. അവൻ്റെ നഷ്ടം അവൻ്റെ ജീവനാണ്. മറ്റ് എന്തിനേക്കാളും കൂടുതൽ ജീവന് വില കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ മുഖമായി മാറുകയാണ് ഈ സമറായൻ. അദ്ദേഹം ഉടനെ താഴെ ഇറങ്ങുകയും ആ മനുഷ്യൻ്റെ മുറിപ്പാടുകളിലേക്ക് നോക്കി സഹതപിക്കുകയും വേദനയോടുകൂടി അവൻ്റെ മുറിപ്പാടുകളോളം ചെന്ന് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തിലെത്തിക്കുകയാണ്. സത്രത്തിലെത്തിക്കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നു, ഇതിൽ എന്തെങ്കിലും കുറവ് ഇനി വന്നാൽ അത് പരിഗണിക്കണം, ഞാൻ ഇനി വരുമ്പോൾ തന്ന് വീട്ടിക്കൊള്ളാം.
ആ മനുഷ്യൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്ന ഈ സമറായൻ ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഞാനിവിടെ ഇറങ്ങിയില്ല എങ്കിൽ ഈ മനുഷ്യന് എന്താണ് കുറവുണ്ടാവുക? അവൻ്റെ കുറവ് അവൻ്റെ ജീവൻ്റെ സമൃദ്ധിയാണ്. ആ സമൃദ്ധിക്ക് മുമ്പിൽ ഇറങ്ങി നിന്ന് സൗമ്യനസ്സത്തോടും കരുണയോടും കൂടി പെരുമാറുന്ന ആ സമറായൻ തന്നെയാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 28ഉം 29 വാക്യത്തിലും കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന, മനുഷ്യനെ ആശ്വസിപ്പിക്കുന്ന, അവൻ്റെ വേദനകളോടുകൂടി അവനെ തൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് സമറായൻ എന്ന് പറഞ്ഞു വച്ചിട്ട് പറയുന്നു, നീയും പോയി ഇതുപോലെ തന്നെ ചെയ്യുക. ദൈവം ഓരോ സമയവും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ, ദൈവം ഓരോ സമയവും മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ ദൈവം കണ്ടെത്തുന്നത് മനുഷ്യൻ്റെ മുറിപ്പാടുകളാണ്. ഈ മുറിപ്പാടുകളിലേക്ക് നോക്കി അനുതപിക്കുന്ന, സ്നേഹത്തോടുകൂടി കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുഖം എന്നും മനുഷ്യ മനസ്സുകളിൽ ജീവിച്ചിരിപ്പുണ്ട്. ഇങ്ങനെ ദൈവത്തിൻ്റെ കരുണയുടെ മുഖം ചേർത്ത് പിടിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം എന്നും വേദനിക്കുന്നവൻ്റെ കൂടെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇനി ധ്യാന വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായമാണ്. 34-ാമത്തെ വാക്യം നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിനെ കുരിശിൽ തറച്ചെടുത്ത് മറ്റുള്ളവരുമൊക്കെ വന്ന് വട്ടം കൂടി നിൽക്കുകയാണ്. മറ്റ് മനുഷ്യരൊക്കെ മരിച്ചു കഴിഞ്ഞോ എന്നറിയാൻ അവരുടെ കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കാനായി ചെല്ലുന്ന പടയാളികൾ. കർത്താവിൻ്റെ വലത്തും ഇടത്തും ക്രൂശിക്കപ്പെട്ട രണ്ടുപേരുടെയും കണങ്കാലുകൾ അവർ തകർത്തു. എന്നാൽ ഈശോയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ, കരുണയുടെ മുഖമായ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നു യേശു മരിച്ചു കഴിഞ്ഞുവെന്ന്. പക്ഷേ ഒരു കൗതുകം തോന്നിയ ഒരു പടയാളി അവൻ്റെ കുന്തമെടുത്ത് കർത്താവിൻ്റെ വിലാപ്പുറത്തേക്ക് കുത്തിയെന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നു. കർത്താവിൻ്റെ തിരുവിലാവിലേക്ക് നീട്ടിയ ആ കുന്തം അവൻ്റെ ചങ്ക് പിളർന്ന് കടന്നു ചെല്ലുമ്പോൾ ആ ഹൃദയത്തിൽ അവൻ കരുതി വെച്ച ഒരു തുള്ളി വെള്ളവും ഒരു തുള്ളി രക്തവും താഴേക്ക് വീണുവെന്നും ആ രക്തവും വെള്ളവും പടയാളിയായ ഒരു കണ്ണ് മാത്രം കാഴ്ചയുള്ള ആ മനുഷ്യൻ്റെ കണ്ണിലേക്ക് വീണുവെന്നും അവന് അത്ഭുതകരമായി കാഴ്ചയുണ്ടായി എന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഥയായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെയാണ് കരുണയോടുകൂടി മനുഷ്യ മനസ്സുകളിലെ നൊമ്പരങ്ങളിലേക്ക് ആർദ്രതയോടുകൂടി കരുണയോടുകൂടി നോക്കി നിൽക്കുന്ന ദൈവത്തിൻ്റെ മുഖം നമ്മൾ കാണുന്നത്. കുരിശിൻ്റെ വഴിയിൽ അവന് ഉണ്ടായിരുന്ന സമൃദ്ധമായി ഉണ്ടായിരുന്ന രക്തവും വെള്ളവും അവൻ വിയർപ്പും രക്തത്തുള്ളികളുമായി അത് പെയ്തൊഴിഞ്ഞപ്പോഴും കുരിശിൻ ചുവട്ടിലേക്ക് ഒരുവൻ വരുമെന്ന വലിയ തിരിച്ചറിവോടെ അവസാനം തൻ്റെ ഹൃദയത്തിൽ ഒഴുകിപ്പോകാതെ കരുതി വെച്ച ഒരു തുള്ളി ചോരയും ഒരു തുള്ളി വെള്ളവും ഈ കണ്ണുപൊട്ടനായി പോയ മനുഷ്യൻ്റെ കാഴ്ചയിലേക്ക് വേണ്ടി ദൈവം കരുതി വെച്ചു എന്ന് നമ്മൾ ധ്യാനിക്കാനിടയായാൽ എത്രയോ സുന്ദരമാണ് ദൈവത്തിൻ്റെ ഈ കരുണയുടെ മുഖം എന്ന് നമുക്ക് മനസ്സിലാവും. ദൈവം ഇങ്ങനെയാണ് ചിലതുകൾ കരുതി വയ്ക്കുന്നത്. ബെത്സയിദ കുളക്കരയിൽ 38 വർഷമായി തളർവാദ രോഗം പിടിപെട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കിടന്നിരുന്ന ഒരു മനുഷ്യൻ്റെ സന്നിധിയിലേക്ക് അവനെ മാത്രം നോക്കി ഒരു ദൈവം വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വെള്ളമിളകുമ്പോൾ, മാലാഖ വന്ന് വെള്ളമിളക്കുമ്പോൾ ആ കുളത്തിലേക്ക് ഒന്ന് ഇറങ്ങിയാൽ സുഖം പ്രാപിക്കുമെന്ന് വിശ്വസിച്ച ആ മനുഷ്യൻ, അതിന് സാധിക്കാതെ കരുണയ്ക്ക് വേണ്ടി കാത്തിരുന്ന ആ മനുഷ്യൻ്റെ സന്നിധിയിലേക്കാണ് 38 വർഷം കാത്തിരുന്ന ഒരു ദൈവത്തിൻ്റെ മുഖം അവൻ കാണുകയാണ്, അവൻ അനുഭവിക്കുകയാണ്. അങ്ങനെയാണ് കുളക്കരയിൽ കിടന്ന 38 വർഷം തളർവാദ രോഗം പിടിച്ചു കിടന്ന ആ മനുഷ്യൻ എഴുന്നേറ്റ് കാഴ്ചയോടുകൂടി സമൃദ്ധിയുടെ ജീവൻ്റെ സമൃദ്ധിയോടുകൂടി അദ്ദേഹം തിരിച്ചുപോയി എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ഇവിടെയും നമ്മൾ വായിച്ചെടുക്കുന്നത് മനുഷ്യൻ്റെ വേദനയിലേക്ക് ഉറ്റുനോക്കി അവനെ ഹൃദയത്തോളം ചേർത്ത് പിടിക്കുന്ന കരുണയുള്ള ഒരു ദൈവത്തിൻ്റെ മുഖമാണ്. ഇനി നമ്മൾ ധ്യാനിക്കുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായമാണ്. 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: കർത്താവിൻ്റെ മരണത്തിന് ശേഷം അനാഥരായി പോയ ശിഷ്യന്മാർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും മത്സ്യങ്ങളൊന്നും കിട്ടാതെ
കടൽ തീരത്തേക്ക് നടന്നിറങ്ങുമ്പോൾ അവിടെ കാണുന്നു, ഇതാ ഒരു മനുഷ്യൻ തീയുടെ മുകളിൽ, കനലിൻ്റെ മുകളിൽ മീൻ വെച്ച് അപ്പമൊരുക്കി പ്രാതലൊരുക്കി കാത്തിരിക്കുന്ന കരുണയുള്ള, കരുതലാവുന്ന ദൈവത്തിൻ്റെ ചിത്രം. എവിടെയും മനുഷ്യൻ്റെ വേദനകളിലേക്ക് ദൈവത്തിൻ്റെ സ്പർശം പോലെ, ദൈവകാരുണ്യം പോലെ ഒഴുകിയെത്തുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും, ഇനി നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിലെ 24-ാമത്തെ അധ്യായം, അനാഥമാക്കപ്പെട്ട 2 ജീവിതങ്ങളുടെ മധ്യത്തിലേക്ക് കർത്താവ് കടന്നു വരുന്ന അമൂല്യമായ നിമിഷങ്ങളെ വിവരിക്കുന്ന ഭാഗമാണ്. എമ്മാവുസിലേക്ക് പോയ, തങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലുമുണ്ടായ ദൈവിക അറിവിൻ്റെ ആ അറിവ് നഷ്ടപ്പെട്ട് അന്ധമായി പോയ 2 മനുഷ്യർ, നിരാശരായിട്ട് എമ്മാവുസിലേക്ക് പോയവരുടെ ജീവിതത്തിലേക്ക് വഴിയരികിൽ കാത്തുനിന്ന് അവരോടൊപ്പം നടന്ന് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, അറിവിൻ്റെ വെളിച്ചത്തിലേക്ക്, ഉൾക്കാഴ്ചയുടെ വെളിച്ചത്തിലേക്ക് അപ്പം മുറിച്ചു നൽകി കണ്ണു തുറന്ന് കടന്നു പോകുന്ന ഒരു ദൈവത്തെയും നമ്മൾ ധ്യാനിച്ചെടുക്കുന്നുണ്ട്. കരുതലൊരുക്കുവാൻ നമ്മളെയും ദൈവം വിളിക്കുന്നുണ്ട്. ഒരുപാട് വ്യക്തികളുടെ ജീവിതങ്ങളിലേക്ക് ഈ ദൈവത്തിൻ്റെ കരുണയൊരുക്കി, കാവലൊരുക്കി, കാവലാളായി തീർന്ന ഒരു വലിയ മനുഷ്യനെ നമ്മൾ ഓർക്കുകയാണ്. 1871 ജനുവരി മാസം 3-ാം തീയതി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ, വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിച്ച, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മേലൊപ്പുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യനാണ് വിശുദ്ധ ചാവറയച്ചൻ. ഇതുപോലെ ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് കരുണയുടെ സ്പർശം കൊണ്ടു ചെന്നെത്തിച്ച ഒരു വലിയ മനുഷ്യൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അത് സമറായൻ്റെ കഥയാണ്. ആ സമറായൻ്റെ കഥയിൽ പറഞ്ഞ, ഞാനിത് ചെയ്തില്ല എങ്കിൽ ഇവർക്ക് എന്ത് കുറവുണ്ടാവുമെന്ന ചിന്തയോടുകൂടി സീറോ മലബാർ സഭയുടെ നവോത്ഥാന നായകനായി മറ്റു മനുഷ്യരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ തന്നോളം എത്തിച്ച, ദൈവത്തോളം എത്തിച്ച ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മ. ലൂക്കായുടെ സുവിശേഷം നമ്മൾ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അയക്കുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. 10-ാമത്തെ അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഈ 2 പേരെയായിട്ട് ഗ്രാമങ്ങളിലേക്ക് അയക്കുന്ന കർത്താവ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാത്തിരിക്കുകയാണ്, കരുതലോടെ കാത്തിരിക്കുകയാണ് അയച്ചവർ തിരിച്ചു വരാനായി. അവർ തിരിച്ചു വന്നു ഏറെ സന്തോഷത്തോടു കൂടി. കർത്താവ് അയക്കുന്നതിന് മുമ്പ് അവരോട് ഒന്ന് പറഞ്ഞിരുന്നു, ഒന്നും കരുതരുത്, കരുതലാവണം. ഒന്നും കരുതി വയ്ക്കരുത്, പക്ഷേ നിങ്ങൾ കരുതലാവണം. ഈ കരുതലാവാൻ പോയ ശിഷ്യന്മാർ തിരിച്ചു വരുന്നതും കാത്ത് കർത്താവ് നോക്കിയിരുന്നു. അവർ എല്ലാവരും തിരിച്ചു വന്നു ഏറെ സന്തോഷത്തോടുകൂടി. നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ തിരിച്ചെത്തുന്ന ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ കരുതലായി തീർന്ന ജീവിതം? എങ്ങനെയുണ്ടായിരുന്നു? സന്തോഷത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. ഞങ്ങളിലൂടെ ദൈവികമായ ശക്തി ഒഴുകിയിറങ്ങി ഒരുപാട് പേർക്ക് ദൈവികമായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കാനായി. ഈശോ പറഞ്ഞു, ഇതിലൊന്നും നിങ്ങൾക്ക് അഭിമാനിക്കാനില്ല, സന്തോഷിക്കാനില്ല. കാരണം അത് ചെയ്തത് മുഴുവൻ എൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് കരുണയുടെ ആത്മാവായി നിങ്ങളിലൂടെ പ്രവർത്തിച്ചത് മാത്രമാണ് നിങ്ങൾ ചെയ്തു തീർത്തത്. പക്ഷേ ഈശോ ഒരു വാക്കുകൂടി അതിനോടുകൂടി ചേർക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് സന്തോഷിക്കാൻ ഒരുപാട് വകയുണ്ട്. എങ്ങനെ? നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുള്ളത് നിങ്ങൾ ചെയ്തു പോയ, നിങ്ങൾ ചെയ്തു തീർത്ത ജോലികൾ എത്രമാത്രമെന്നല്ല, നിങ്ങൾ ചെയ്തു തീർത്ത എല്ലാ ജോലികളും എങ്ങനെ ചെയ്തു എന്ന് നോക്കണം. കരുണയുടെ കണ്ണോടുകൂടി, ആർദ്രതയുള്ള ഹൃദയത്തോടുകൂടി നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും, മനുഷ്യരുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും. കരുണയോടുകൂടി ആരൊക്കെയോ മനുഷ്യനെ നോക്കിയിട്ടുണ്ടോ അവൻ്റെ ഒക്കെ പേരുകൾ ദൈവത്തിൻ്റെ ഹൃദയത്തിലും സ്വർഗത്തിലും മനുഷ്യൻ്റെ ഹൃദയത്തിലും ഒരുപോലെ എഴുതിയിട്ടുണ്ടാവും. ഈ കർത്താവ് നമ്മോട് പറഞ്ഞ
കരുണയോടുകൂടി മനുഷ്യരെ നോക്കുകയും അവരുടെ ഹൃദയങ്ങളിൽ ആർദ്രതയുള്ള ഒരു ദൈവത്തിൻ്റെ മുഖം പ്രതിബിംബിപ്പിക്കാൻ മാത്രം തൻ്റെ പ്രവൃത്തികളെ ഏകോപിപ്പിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കരുണയുടെ മുഖമുള്ള വലിയ മനുഷ്യനായിരുന്നു വിശുദ്ധ ചാവറയച്ചൻ. ചാവറയച്ചൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അദ്ദേഹം കരുതലായി തീർന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോ സമയവും എത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ണിൽ കാട്ടപ്പെട്ട നന്മകൾ ചെയ്യാൻ, കണ്ണിൽ കണ്ടത് എന്നല്ല, ദൈവം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കാട്ടപ്പെട്ട നന്മകളെല്ലാം ചെയ്യാൻ കേരളക്കര മുഴുവൻ ഓടി നടന്ന ദൈവത്തിൻ്റെ കരുണയുടെ മുഖമുള്ള, ദൈവത്തിൻ്റെ കരുണയുടെ മുഖം കണ്ണുകളിൽ നിന്ന് മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ കഴിയുമാറുള്ള വ്യക്തിത്വത്തോടു കൂടിയ ഒരു മനുഷ്യപ്രഭയായിരുന്നു വിശുദ്ധ ചാവറയച്ചൻ. അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനത്തിൻ്റെ 150-ാം വർഷം കൂടി ആഘോഷിക്കുകയാണ്. സ്വർഗത്തിലിരിക്കുമ്പോഴും മനുഷ്യനോട് ഇടപഴകേണ്ടത്, മനുഷ്യനോട് ഇടപഴകി ജീവിക്കേണ്ടത് കരുണയോടുകൂടിയാണെന്ന് തൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം നമ്മെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 1846 മാനാനത്ത് ആദ്യമായിട്ട് ഒരു ഓല കൊണ്ടുമേഞ്ഞ ആദ്യത്തെ സ്കൂൾ ഉണ്ടാവുന്നത്, ഒരു വിദ്യാലയം ഉണ്ടാവുന്നത്. അതുവരെ വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം ഉയർന്ന സംസ്കാരമുള്ള മനുഷ്യർക്ക് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ഉന്നത കുലത്തിൽ പിറന്നവർക്ക് മാത്രമായിരുന്നു. എന്നാൽ 1846 ആദ്യത്തെ വിദ്യാലയം മാന്നാനം കുന്നിൻ്റെ നിറകിൽ സ്ഥാപിച്ച് ഒരു നെരിപ്പോട് പോലെ വിദ്യാഭ്യാസത്തിൻ്റെ അക്ഷരങ്ങളെ കാത്തുസൂക്ഷിച്ച ഒരു വലിയ അച്ഛൻ, അദ്ദേഹത്തെയാണ് നമ്മൾ വലിയ പ്രിയോരച്ചൻ എന്ന് വിളിക്കുന്നത്. 1846 തുടങ്ങി വെച്ച ആ സംസ്കൃത സ്കൂളിൽ നിന്നാണ് ഇന്ന് കേരളത്തിൽ അക്ഷരങ്ങളുടെ വൈവിധ്യങ്ങൾ കാണാൻ നമുക്ക് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറ പാകിയ ദൈവത്തിൻ്റെ കരുണയുള്ള മുഖമുള്ള മനുഷ്യനായിരുന്നു വിശുദ്ധ ചാവറയച്ചൻ. 1846 സംസ്കൃത ഭാഷ എല്ലാവർക്കും പഠിക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് താഴേക്കിടയിലുള്ള മനുഷ്യരെ, പാടത്തും പറമ്പിലും പണിയെടുത്ത് നടക്കുന്ന വ്യക്തികളുടെ കുഞ്ഞുമക്കളെ, അവരോടൊപ്പം പണിയെടുത്ത് നടന്ന മക്കളെ പള്ളിക്കൂടത്തിലേക്ക് വിളിച്ചു വരുത്തി വിദ്യ അഭ്യസിക്കാൻ തൃശ്ശൂരിൽ നിന്നും ഒരു സംസ്കൃത അധ്യാപകനെ കൊണ്ടുവന്ന് ആദ്യത്തെ സ്കൂളിൽ കുഞ്ഞുമക്കൾക്ക് അക്ഷരവിദ്യ പറഞ്ഞുകൊടുത്ത വലിയ ക്രാന്തദർശിയായ വിശുദ്ധ ചാവറയച്ചൻ. നമ്മൾ അവിടെ ചിന്തിക്കും, എന്ത് കരുണയുടെ മുഖമാണ് ഈ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൽ ചാവറയച്ചനുണ്ടായിരുന്നത്. മച്ചിയായി പോയ കത്തോലിക്ക സഭയ്ക്ക്, കേരള കത്തോലിക്ക സഭയ്ക്ക് വിശുദ്ധരുണ്ടാവണം, നേതൃത്വ ഗുണമുള്ള വ്യക്തികളുണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് വിദ്യ എന്ന ദാനത്തെ സാധാരണക്കാരുടെ മനുഷ്യരിലേക്ക് എത്തിക്കാനും ആ മനുഷ്യരിലൂടെ ഒരു പുതിയ സമൂഹം ഉയർത്തെഴുന്നേൽക്കാൻ തക്ക വിധത്തിൽ വിദ്യ എന്ന വലിയ കരുണ മനുഷ്യ മനസ്സുകളിലേക്ക് കൊണ്ടുവന്ന വലിയ ക്രാന്തദർശിയാണ് വിശുദ്ധ ചാവറയച്ചൻ. വെറുതെ വിദ്യാഭ്യാസം കൊടുത്തു വിടുകയല്ല. അന്നത്തെ സംസ്കാരത്തിൽ, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ സാമാന്യ ജീവിതത്തിന് താഴെ നിൽക്കുന്ന കുട്ടികളെയാണ് ചാവറയച്ചൻ തൻ്റെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തിയത്. അവർ സ്കൂളിൽ പണിയെടുത്ത് നടന്ന കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാവുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഭക്ഷണം കഴിക്കാനില്ല, വസ്ത്രം ധരിക്കാനില്ല, പുസ്തകങ്ങൾ വാങ്ങാനില്ല. അങ്ങനെയുള്ളവരെ വിദ്യാലയങ്ങളിൽ വെറുതെ കൊണ്ടിരുത്തി വിദ്യ പഠിപ്പിച്ച് വിട്ടാൽ പോരാ എന്ന് മനസ്സിലാക്കിയ ചാവറയച്ചൻ ഉച്ചക്കഞ്ഞിയൊരുക്കി, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ ഒരുക്കി, കരുതലോടുകൂടി കാത്തിരുന്ന ക്രാന്തദർശിയായ ചാവറയച്ചനെ നമ്മൾ കാണുമ്പോഴാണ് ദൈവത്തിൻ്റെ കരുണയുടെ മുഖം വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൽ എന്തുമാത്രം കൊണ്ടുവരുവാൻ സാധിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇങ്ങനെയുമുണ്ട് കരുണയ്ക്ക് ഒരു മുഖം. മനുഷ്യന്, അറിവില്ലാത്തവന് അറിവ് പകർന്നു കൊടുക്കുന്നത് കരുണയാണ്. രണ്ടാമത്തെ ചാവറയച്ചൻ്റെ കരുണയുടെ മുഖം നമ്മൾ കാണുന്നത് വിശക്കുന്നവൻ്റെ വിശപ്പിൻ്റെ വിളിക്ക് മുമ്പിൽ തീന്മേശയുടെ കാവലൊരുക്കി കാത്തിരുന്ന ഒരു ചാവറയച്ചനെ നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ പ്രാതലൊരുക്കി, മീൻ വെച്ച് അപ്പമൊരുക്കി ശിഷ്യന്മാരെ കാത്തിരുന്ന ഈശോയുടെ മറുരൂപമായി നമ്മൾ ചാവറയച്ചനെ കാണുകയാണ്. ഇവിടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സമ്പ്രദായമുണ്ട്, പിടിയേരി സമ്പ്രദായം. ഇന്ന് വിൻസെൻ്റ് പോൾ തുടങ്ങിയ സംഘടനകൾ
വരുത്തിക്കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പിടിയരി സമ്പ്രദായം. ഇത് തുടങ്ങി വെച്ചത് ചാവറയച്ചനാണ്. ഒരു പിടി ഇന്നത്തെ ഭക്ഷണത്തിന് നീ മാറ്റിവെക്കുന്ന അരിയിൽ നിന്ന് ഒരു പിടി ഒഴിഞ്ഞ വയറുകൾക്ക് വേണ്ടി, വിശപ്പനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കാത്തുവയ്ക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പുണ്യം എന്താണെന്ന് കേരളക്കരയെ പഠിപ്പിച്ച പിരിവ് സമ്പ്രദായത്തിൻ്റെ, പിടിയരി സമ്പ്രദായത്തിൻ്റെ വക്താവായിട്ട് നിൽക്കുകയാണ് ചാവറയച്ചൻ. ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ കരുതി വെച്ചവൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു പിടിയല്ല, സാധാരണക്കാരനായ മനുഷ്യൻ്റെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള അരി വിളമ്പിയിടുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അത് മാറ്റിവെക്കണം. അത് വിശക്കുന്നവൻ്റേതാണ്. അത് വിശക്കുന്ന വിളിക്ക് മുമ്പിലുള്ള ഉത്തരമാണെന്ന് കേരളക്കരയെ പഠിപ്പിച്ച മനുഷ്യ മനസ്സുകളോട് വിശപ്പിനേക്കാൾ വലിയ വേദനയില്ല എന്ന് തിരിച്ചറിഞ്ഞ ചാവറയച്ചൻ്റെ ഉത്തരമാണ് പിടിയരി സമ്പ്രദായം. മൂന്നാമതായിട്ട് ചാവറയച്ചൻ്റെ കരുണയുടെ മുഖം നമ്മൾ കാണുന്നത് സംരക്ഷണത്തിൻ്റെ കരുതലൊരുക്കുന്ന ചാവറയച്ചൻ, ജീവൻ്റെ സമൃദ്ധിയുടെ കാവലൊരുക്കുന്ന ചാവറയച്ചൻ. ഇന്ന് പ്രായമേറി വരുമ്പോൾ മാതാപിതാക്കന്മാർ നമ്മുടെ വീടുകളിൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത്. അന്നത്തെ കാലത്തും ഇതുപോലെ ഉപേക്ഷിക്കപ്പെടുന്ന ജീവന് അത് ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ അടയാളമാണെന്ന് മനസ്സിലാക്കിയ ചാവറയച്ചൻ കൈനഗിരിയിൽ ആദ്യത്തെ ഉപവിശാല പണിത് അവിടെ പ്രായമായവരെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ച് ജീവൻ്റെ കരുതലൊരുക്കി കരുണയോടുകൂടി പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മയാണ് നടന്നത്. ജീവൻ ഉണ്ടാവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അരുളി ചെയ്ത ഈശോയുടെ മറുരൂപമായി, ആൾ രൂപമായി ചാവറയച്ചൻ മാറുകയാണ് ഉപവിശാല എന്ന പ്രസ്ഥാനത്തിലൂടെ. കുടുംബങ്ങളുടെ ദർശനക്കാരനായിരുന്നു ചാവറയച്ചൻ. കുടുംബങ്ങളിൽ ധാർമ്മികതയും ആത്മീയതയും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിപ്പിക്കാൻ വേണ്ടി ചാവറയച്ചൻ തുടങ്ങിവെച്ച അദ്ദേഹത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ തുടക്കമാണ് 1868 നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന് തുടങ്ങുന്ന തൻ്റെ മരണസമയത്തിന് മുമ്പ് കൈനികരിക്കാരുടെ കുടുംബക്കാർക്ക് വേണ്ടി എഴുതി വെച്ച തൻ്റെ സുവിശേഷം പോലെ എഴുതി ചേർത്ത ആ വാക്കുകൾ. കേരളത്തിലെ ധാർമ്മികത നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു മനസ്സിലാക്കിയപ്പോൾ കുടുംബങ്ങളുടെ വിശുദ്ധി അത് നാടിൻ്റെ വിശുദ്ധിയാണെന്ന്, അത് ലോകത്തിൻ്റെ വിശുദ്ധിയാണെന്ന് തിരിച്ചറിഞ്ഞ് കരുണയോടുകൂടി കുടുംബങ്ങളെ നോക്കിക്കണ്ട വലിയ വിശുദ്ധൻ. ചാവറയച്ചൻ്റെ കുടുംബങ്ങൾക്കുള്ള ഈ മരണക്കുറിപ്പ് ഇന്ന് ഏറെ പ്രസക്തമാണ്. ഈ പ്രസക്തിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ചിന്തയോടുകൂടി നല്ല അപ്പൻ്റെ ചാവരുൾ വായിക്കാൻ നമുക്കിടയായാൽ നമുക്ക് മനസ്സിലാവും ദൈവത്തിൻ്റെ കരുണയോടുകൂടിയ ആകാശമോക്ഷത്തിൻ്റെ മുന്നറിയിപ്പ് പോലെ നിൽക്കുന്ന കുടുംബങ്ങൾ സ്വർഗമായി തീരാൻ ചാവറയച്ചൻ കാണിച്ച കരുണയുടെ അടയാളമാണ് അദ്ദേഹത്തിൻ്റെ നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന് പറയുന്ന കൃതി. മനുഷ്യവേദനകൾക്ക് ചെവി കൊടുക്കാൻ, മനുഷ്യവേദനകളെ അവൻ്റെ വേദനകളോളം ഇറങ്ങിച്ചെന്ന് ചെവി ചായച്ചിരുന്ന് കേൾക്കാൻ മനസ്സ് കാണിച്ച കരുണയുടെ മുഖമുള്ളൊരു ചാവറയച്ചൻ നമ്മൾ കാണുന്നുണ്ടാവും. 1831 മാന്നാനം കുന്നിലെ ആദ്യത്തെ ആശ്രമം തുടങ്ങുമ്പോൾ വനവാസത്തിന് വേണ്ടി പോകാൻ ആഗ്രഹിച്ച മനുഷ്യനാണ് ചാവറയച്ചൻ. തൻ്റെ വിശുദ്ധി, തൻ്റെ മാത്രം വിശുദ്ധി തേടി പോകാൻ ആഗ്രഹിച്ച ചാവറയച്ചനോട് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നിറഞ്ഞ് അന്നത്തെ മെത്രാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വനവാസമല്ല നമുക്ക് വേണ്ടത്, മനുഷ്യവാസമാണ്. മനുഷ്യനോട് കൂടെ വസിക്കുകയും അറിവോടുകൂടി മനുഷ്യനെ പഠിപ്പിക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ ഈ നാടിൻ്റെ ആത്മീയ അന്ധത മാറ്റി നമുക്ക് ജീവൻ്റെ തുടിപ്പ് ഈ നാട്ടിൽ കാണാനിടയാവും. വേദനിക്കുന്ന മനുഷ്യൻ്റെ വേദനകൾ കാണണം, അവൻ്റെ ദുഃഖങ്ങളെ അറിയണം, അത് ദൈവസന്നിധിയോളം എത്തണം. അങ്ങനെയാണ് കുന്ന് കയറി കുന്നിറങ്ങുന്ന ആദ്യത്തെ സഭയായിട്ട് CMI സഭ മാറുന്നതും. 1831 മെയ് 11 തുടങ്ങി വെച്ച ആ വലിയ ഒരു മുന്നേറ്റം, അവിടെ രാവിലെ വിശുദ്ധ ബലിയും കഴിഞ്ഞ് സന്യാസിമാർ മലയുടെ താഴ്വരയിലേക്ക് ഇറങ്ങും. ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന മനുഷ്യൻ്റെ
വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവൻ്റെ കുറവുകളെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു കയറുന്ന ചാവറയച്ചനെ നമ്മൾ കാണുന്നുണ്ട്. കുന്ന് കയറി കുന്ന് ഇറങ്ങുന്ന ഒരു സംസ്കാരമുള്ള സഭയാണ് CMI സഭ. ആ സഭയിൽ നമ്മൾ മുൻകാലങ്ങളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഓരോ ദിവസവും മനുഷ്യൻ്റെ വേദനകളെ കണ്ടറിഞ്ഞ് തിരിച്ചെത്തുന്ന ചാവറയച്ചൻ വൈകുന്നേരങ്ങളിൽ രാത്രിയുടെ നിശബ്ദതയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് അന്ന് കണ്ട മനുഷ്യനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തോട് നാളെ അവൻ്റെ ജീവിതത്തിലേക്ക് എടുത്തു വയ്ക്കേണ്ട സാധ്യതകളെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തിലേക്ക് കൊടുക്കേണ്ട ചില ഉത്തരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പിറ്റേ ദിവസം പിതാവിന് ബലിയർപ്പിച്ചിട്ട് താഴ്വരയിലേക്ക് നടന്നിറങ്ങുന്ന ചാവറയച്ചനെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് ദൈവികമായിട്ടുള്ള മുഖത്തോടുകൂടി, ദൈവികമായ ശ്രദ്ധയോടുകൂടി വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ വായിച്ചതുപോലെ അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും അന്വേഷിച്ച് കണ്ടെത്തി അവൻ്റെ ജീവിതത്തിലേക്ക് കരുണയോടുകൂടി കടന്നു ചെന്ന് ചേർത്ത് പിടിച്ച് ദൈവസന്നിധിയിലേക്ക് ഒരുമിച്ച് നടക്കുന്ന ക്രാന്തദർശിയായ ചാവറയച്ചനെ നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. നമ്മൾ ചാവറയച്ചനെ ധ്യാന വിഷയമാക്കി, നമ്മൾ ഈശോയെ ധ്യാന വിഷയമാക്കി. ചാവറയച്ചനെയും ഈശോയും ഒരുമിച്ച് ധ്യാന വിഷയമാക്കി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ഇനി ധ്യാന വിഷയമാക്കാം. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. ഈ സമയം നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാവാൻ, ദൈവത്തിൻ്റെ കരുണയോടുകൂടിയ ചിന്തകളാവാൻ, ദൈവത്തിൻ്റെ കരുണയോടുകൂടിയ പ്രവൃത്തികളാവാൻ നമ്മളെയും ഇന്ന് ചാവറയച്ചൻ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായം വായിക്കുന്നുണ്ട്. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, ദൈവം ത്രിത്വമാണ്, ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്ന് ആദ്യമായി നമ്മെ പഠിപ്പിക്കുന്ന വചനഭാഗമാണത്. നമ്മൾ അവിടെ കാണുന്നത് നമ്മൾ കണ്ടതല്ല, നമ്മൾ കണ്ടതിലെ കാഴ്ചപ്പാടുകളാണ് ഒരു മനുഷ്യന് ദൈവികമായ അനുഭവമായിട്ട് ദൈവം പറന്നിറങ്ങുന്നതും അതല്ലെങ്കിൽ ശിക്ഷയുടെ അനുഭവമായിട്ട് ദൈവം അവതരിക്കും നമ്മൾ കാണുന്നുണ്ട്. എല്ലാ വിധികളുടെയും അന്ത്യം അല്ലെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയനായിട്ട് പറയുന്നത് കാഴ്ചയും കാഴ്ചപ്പാടുമാണ്. നീ ഒരു വസ്തുതയെ എങ്ങനെ കണ്ടു, ആ വസ്തുതയിൽ നിന്ന് നീ എന്ത് കാഴ്ചപ്പാട് സ്വീകരിച്ചു, അതിനനുസരിച്ചിട്ടാണ് ദൈവത്തിൻ്റെ അന്ത്യവിധി എന്ന് മനസ്സിലാക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലെ 25-ാമത്തെ അധ്യായത്തിലെ അന്ത്യവിധി വരികൾക്കിടയിലൂടെ വായിക്കും മനസ്സിലാവും, നീ അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല കർത്താവിൻ്റെ അന്ത്യവിധിയുടെ മാനദണ്ഡം, മറിച്ച് നീ എന്നെ കണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ കാഴ്ചയാണ്, കാഴ്ചപ്പാടാണ് വിധിയുടെ മാനദണ്ഡമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ പശ്ചാത്തലത്തിൽ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അബ്രാഹത്തെ കാണാനായിട്ട് 3 പരദേശികൾ വന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആരായിരുന്നു പരദേശികൾ? അവർ ഏതോ നാട്ടിൽ നിന്നുള്ള വ്യക്തികളായിരുന്നു. പക്ഷേ യഹൂദരുടെ പാരമ്പര്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്നെ കാണാൻ ഒരു പരദേശി വന്നാൽ, നിന്നെ കാണാൻ ഒരു വിധവ് വന്നാൽ, നിന്നെ കാണാൻ ഒരു അഗതി വന്നാൽ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ സൽക്കരിക്കണം, അവരെ സ്വീകരിക്കണം. അതൊരു ദൈവിക നീതി പോലെ കരുതിയിരുന്ന അബ്രാഹം ഓക്കുമരത്തിന് താഴെ നിൽക്കുന്ന 3 വ്യക്തികളെ കണ്ടിട്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട്. പരദേശിയായി വന്നവനെ ദൈവമായി കാണുന്ന അബ്രാഹം അവരുടെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു, കാലിൽ വെള്ളമൊഴിച്ച് കാലുകൾ കഴുകി സുഭിക്ഷമായ വിരുന്ന് നൽകുന്നു. ഈ വിരുന്ന് കഴിയുമ്പോൾ പരദേശികളായി വന്ന മാലാഖമാർ അബ്രാഹത്തോട് പറയുന്നു, വിരുന്നെല്ലാം നന്നായിരിക്കുന്നു, ഞങ്ങൾ അടുത്ത വർഷം വീണ്ടും വരും. ഞങ്ങൾ അടുത്ത വർഷം ഈ വീട്ടിലേക്ക് വീണ്ടും വരുമ്പോൾ അബ്രാഹത്തിന് സാറയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാവും. ഇത് കേട്ട സാറ ചിരിച്ചു എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. ആ ചിരിയൊന്നും മാലാഖമാർ ഗൗരിക്കാതെ അവർ വീണ്ടും പറയുന്നുണ്ട്, ഇന്നു മുതൽ അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വസന്തകാലം ആരംഭിക്കുകയാണ്. പരദേശികളായി വന്ന വ്യക്തികളെ ദൈവമായി കണ്ട് സ്വീകരിക്കാൻ ആരംഭിച്ച അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വസന്തകാലമായി പെയ്തിറങ്ങുന്ന ദൈവം. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് ഈ മാലാഖമാർ പിന്നീട് പോയത് സോദോം ഗൊമോറ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ്.
ആ സോദോം ഗൊമോറ എന്ന സ്ഥലത്ത് അബ്രാഹത്തിൻ്റെ അനുജൻ ലോത്ത് ഈ മാലാഖമാരെ സ്വീകരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. മാലാഖമാരെ അതിവിശിഷ്ടമായി സ്വീകരിക്കുകയും കാലിൽ വെള്ളമൊഴിച്ചും സാഷ്ടാംഗ പ്രണാമം ചെയ്തും നല്ല ഭക്ഷണം ഒരുക്കി മാലാഖമാരെ സ്വീകരിക്കുന്നിടയ്ക്ക് പുറത്ത് വലിയ ബഹളം കേൾക്കുന്നു. ലോത്ത് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആ നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ ആ വീട് വളഞ്ഞിരിക്കുകയാണ്. അബ്രാഹത്തിൻ്റെ അനുജനായ ലോത്തിനോട് അവർ പറയുന്നു, നിന്റെ വീട്ടിലേക്ക് വിരുന്നുകാരായി വന്നവരെ ഞങ്ങൾക്ക് സ്വവർഗഭോഗത്തിനായിട്ട് വിട്ടുതരണം. ലോത്ത് പറയുന്നുണ്ട്, അവർ ഞങ്ങളുടെ അതിഥികളാണ്, അവരെ അപമാനിക്കരുത്. നിങ്ങൾക്ക് സുഖമാണ് വേണ്ടതെങ്കിൽ എൻ്റെ പെൺമക്കളെ കൊണ്ടുപോകാം. പെൺമക്കൾ മോശമായതുകൊണ്ടല്ല, അതിനേക്കാൾ ഉപരി അവർ അദ്ദേഹത്തോട് പറയാൻ ശ്രമിച്ചത്, ഞങ്ങൾക്ക് വേണ്ടത് സുഖമല്ല, ഞങ്ങൾക്ക് വേണ്ടത് പെൺകുട്ടികളുമായിട്ടുള്ള സുഖമല്ല, നിൻ്റെ വീട്ടിൽ വന്ന അതിഥികളായിട്ടുള്ള മാലാഖമാരെ ഞങ്ങൾക്ക് വേണം. അങ്ങനെയാണ് ആ മാലാഖമാർ ഈ കാര്യത്തിൽ ഇടപെടാൻ തുടങ്ങുന്നു. മാലാഖമാർ പറഞ്ഞു, എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്ത് ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോകുക. എന്നിട്ട് പറഞ്ഞു, എപ്പോഴെങ്കിലും പുറകിൽ എന്തെങ്കിലും ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കരുത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി എന്നും ഉപ്പുതൂണായി പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഉപേക്ഷിച്ചു പോന്ന ജീവിതങ്ങളിലേക്ക് തിരിച്ചു പോകാനുള്ള പ്രവണത ഉണ്ടാവരുതെന്നുള്ള ഓർമ്മക്കുറിപ്പാണ് ഉപ്പുതൂണായ ആ സ്ത്രീ നമുക്ക് തരുന്നത്. അവർ ഓടിപ്പോയി കഴിയുമ്പോൾ തീയും ഗന്ധവും ഇറക്കി ആ നാടിനെ ദൈവം അവസാനിപ്പിക്കുകയാണ്. ഇത് രണ്ട് സംഭവം കൂടി ഒരുമിച്ച് വായിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടിലേക്കുള്ള ദർശനം നമുക്ക് കിട്ടും. പരദേശികളായി വന്ന് 3 വ്യക്തികളെ ദൈവമായി കണ്ട് സ്വീകരിച്ച അബ്രാഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വസന്തകാലമായി പെയ്തിറങ്ങുകയും ദൈവമായി വന്ന മാലാഖമാരായി വന്ന മനുഷ്യരെ സ്വവർഗഭോഗത്തിനുള്ള വസ്തുവായി ഉപയോഗിക്കാൻ വെപ്രാളം കൂട്ടിയ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടുത്തിയായി വീഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കണ്ട കാഴ്ചകളുടെ പ്രശ്നമല്ല, കണ്ട കാഴ്ചയിൽ നിന്ന് അതിനെ തിരഞ്ഞെടുത്ത കാഴ്ചപ്പാടുകളുടെ വ്യത്യാസത്തിലാണ് ദൈവം കരുണയുള്ളവനായി നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നതും ദൈവം പ്രതികാരദാഹിയായി നമ്മുടെ മുമ്പിൽ അവതരിക്കുന്നതും. ഇന്നത്തെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നന്മയുടെ വാക്താക്കളാവാൻ, കരുണയുള്ള വ്യക്തികളുള്ള മുഖമാവാൻ, ദൈവത്തിൻ്റെ മുഖമാവാൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ ആഹ്വാനം വിശുദ്ധ ചാവറയച്ചനും നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ വിലയിരുത്താനാവട്ടെ. നമ്മൾ ആരംഭിക്കുന്ന ഈ ക്രിസ്തീയ ജീവിതം, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള COVID-19 പശ്ചാത്തലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇന്നൊക്കെ സമൂഹത്തിൽ നിന്ന് മാറി നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴും സമൂഹത്തിലായിരിക്കുന്ന വേദനിക്കുന്ന മനുഷ്യനിലേക്ക്, വേദനിക്കുന്ന വ്യക്തികളിലേക്ക് കരുണയുടെ മുഖവുമായി കടന്നു ചെല്ലാൻ നമുക്കാവണം. കരുണയുടെ വക്താക്കളാവാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഈ അൾത്താരയിലേക്ക് എഴുന്നള്ളി വരുന്ന കർത്താവിനോട് കൂടെ മനുഷ്യ മനസ്സുകളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിച്ച കരുണയുള്ള കർത്താവ് നമ്മുടെ മുന്നിലേക്ക് എഴുന്നള്ളി വരാൻ പോവുകയാണ്. ആരാധനയുടെ സമയമാണ് ഇനിയുള്ള നമ്മുടെ സമയം. ആ സമയത്ത് അൾത്താരയിലേക്ക് നോക്കി നമ്മുടെ മുമ്പിലേക്ക് സജീവമായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമായി എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ മുഖത്തോട്ട് നോക്കി സ്പന്ദനമുള്ള, ജീവിക്കുന്ന, കരുണ തുളുമ്പുന്ന ഹൃദയത്തോടും കണ്ണോടും കൂടി മനുഷ്യനെ നോക്കിക്കാണാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവെ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അരൂപിയുടെ പ്രവർത്തനത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കൂടുതൽ കരുണയുള്ളതാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം നിറഞ്ഞ വിശുദ്ധ ചാവറയച്ചൻ്റെ ജീവിതത്തിലെ വിശുദ്ധി നിറഞ്ഞ ദിവസങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. ചാവറയച്ചനോട് ഒരുമിച്ച് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലേക്ക് ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുള്ള മുഖത്തോടുകൂടി ദൈവം തൊട്ടാലെന്ന പോലെ, ദൈവം കണ്ടാലെന്ന പോലെ, ദൈവം കേട്ടാലെന്ന പോലെ ഉള്ള ഒരു മനസ്സോടുകൂടി മനുഷ്യനെ സമീപിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.
തിരുവോസ്തിരൂപനാമീശോയെ ആരാധിക്കാൻ ഞങ്ങൾ അണഞ്ഞിടുന്നു. ആരാധനയുടെ തിരി തെളിഞ്ഞു മാനവരാം ഞങ്ങൾ അണഞ്ഞിടുന്നു. തിരുവോസ്തിരൂപനാമീശോയെ ആരാധിക്കാൻ ഞങ്ങൾ അണഞ്ഞിടുന്നു. കൈകൾ ഉയർത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി ആരാധന, സ്തുതികൾ ഉയർത്തി ആരാധന, വിളിച്ചാരാധിക്കാം. കരങ്ങൾ ഉയർത്തി ആരാധന, സ്തുതികൾ ഉയർത്തി ആരാധന. ഓ ദൈവമേ, ഇതാ ഞങ്ങൾ കരമുയർത്തി മനമുയർത്തി സ്വരമുയർത്തി അങ്ങയെ വിളിച്ചാരാധിക്കുന്നു. ഈ ആരാധനയുടെ ധന്യമായ നിമിഷങ്ങളിൽ കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതങ്ങളെ അങ്ങ് തൊടണമേ, തൊട്ടനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഇതാ ഞങ്ങൾ ഒന്നടങ്കം സകല കുടുംബങ്ങളിലുള്ള എല്ലാവരും ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കൈകൾ കൂപ്പിക്കൊണ്ട് വിശുദ്ധമായവ ചെയ്തിടുവാൻ വിശ്വസ്ത മാതൃക നീയല്ലയോ. വിശുദ്ധമായവ ചെയ്തിടുവാൻ വിശ്വസ്ത മാതൃക നീയല്ലയോ. വിശുദ്ധരായി ജീവിച്ചിടാൻ വിശുദ്ധി ഞങ്ങൾ കേൾക്കണമേ. ശുദ്ധരായി ജീവിച്ചിടാൻ വിശുദ്ധി ഞങ്ങൾ കേൾക്കണമേ. രണ്ട് കൈകളും ഉയർത്തി കരങ്ങൾ ഉയർത്തി ആരാധന, സ്തുതികൾ ഉയർത്തി ആരാധന, ചേർന്ന് ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി ആരാധന, കർത്താവിനെ ആരാധിക്കുക. സ്തുതികൾ ഉയർത്തി ആരാധന. കൈകൾ കൂപ്പിക്കൊണ്ട് ഓ ദൈവമേ, ഇതാ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഈ ആരാധനാ നിമിഷങ്ങളിൽ അനേകായിരം കുടുംബങ്ങളിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. മക്കളും മാതാപിതാക്കളും സഹോദരീ സഹോദരങ്ങളും സകലരും ചേർന്ന് കർത്താവേ, ഇതാ ഞങ്ങൾ അനവരതം അങ്ങേ ആരാധിക്കട്ടെ. ഞങ്ങൾ തൻ ഹൃദയ കവാടത്തിൽ കാവലായി നാഥ വന്നിടണേ. ഞങ്ങൾ തൻ ഹൃദയ കവാടത്തിൽ കാവലായി നാഥ വന്നിടണേ. അശുദ്ധ ചിന്തകളകറ്റിയിടണേ. ആരാധനയ്ക്കായൊരുക്കിയിടണേ. അശുദ്ധ ചിന്തകളകറ്റിയിടണേ. ആരാധനയ്ക്കായി ഒരുക്കിയിടണേ. ഇരു കരങ്ങളും ഉയർത്തി കരങ്ങൾ ഉയർത്തി ആരാധന, സ്തുതികൾ ഉയർത്തി ആരാധന, ചേർന്ന് ആരാധിച്ച് കരങ്ങൾ ഉയർത്തി ആരാധന, സ്തുതികൾ ഉയർത്തി ആരാധന, വിളിച്ചാരാധിച്ച് യേശുവേ ആരാധന, ഈശോയിലേക്ക് സമർപ്പിച്ച് യേശുവേ ആരാധന, നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് യേശുവേ ആരാധന, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച്
യേശുവേ ആരാധന. കൈകൾ കൂപ്പി സമർപ്പിച്ച് യേശുവേ ആരാധന. സമ്പൂർണമായും സമർപ്പിച്ച് യേശുവേ ആരാധന. ശാന്തമാകുക, ഞാൻ കർത്താവാണെന്നറിയുക. ശാന്തമാകുക, ഞാൻ കർത്താവാണെന്നറിയുക. നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളിലേക്കും നൊമ്പരങ്ങളിലേക്കും ഹൃദയം നുറുങ്ങുന്ന ഓരോ നിമിഷങ്ങളിലേക്കും നമ്മുടെ ചാരെ നമ്മെ അറിയുന്ന, നമ്മിൽ ഒരുവനായി തീർന്ന ദൈവത്തിൻ്റെ സജീവമായ ദിവ്യ കാരുണ്യത്തോടൊപ്പമായിരിക്കുന്ന ഈ ധന്യമായ നിമിഷങ്ങളെ നമുക്ക് ഭക്തിയോടും ഏറെ വിശുദ്ധിയോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. കർത്താവിനെ ആരാധിക്കാൻ വന്നവരുടെ ഹൃദയവികാരങ്ങളോടും ഹൃദയത്തിൻ്റെ നിർമ്മലതയോടും കൂടി ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. എന്നെ ചേർത്ത് പിടിക്കാൻ, എന്നെ ഓരോ നിമിഷവും കരുതലോടെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ കരുണയുടെ മുഖം എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച വിശുദ്ധനായ ചാവറയച്ചനോടൊപ്പം നമുക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലായി തീരാം. ഞാൻ നിനക്ക് വേണ്ടി ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? എല്ലാം സ്വന്തമായി ഉണ്ടായിരുന്നവൻ എല്ലാം ഉപേക്ഷിച്ച് എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ്റെ രൂപത്തിലേക്ക് ആയി. അവൻ പിന്നീട് ഗോതമ്പ് മണി പൊടിഞ്ഞ് അപ്പമായി തീരുന്ന ദിവ്യ കാരുണ്യമായി എൻ്റെ മുമ്പിലായിരിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, നിന്നെ കാണാൻ, നിന്നെ ഒന്ന് കേൾക്കാൻ, നിന്നെ ഒന്ന് തൊടാൻ ഞാൻ എത്രയോ നാളായി കാത്തിരിക്കുന്നു ഈശോയെ. അൾത്താരയിലായിരിക്കുന്ന നിന്റെ സജീവമായ സാന്നിധ്യം എന്നിലേക്ക് ഒഴുകിയിറങ്ങണമേ. കർത്താവേ, ഈ ആരാധനാ സമയത്ത് ഉള്ളിലുള്ള നൊമ്പരങ്ങളെല്ലാം തന്നെ അങ്ങേ കൈകളിലേക്ക്, തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ വ്യയം ചെയ്ത് അധ്വാനിച്ചും ജോലി ചെയ്തും പകലന്തിയോളം വിയർത്ത് വേദനിച്ച് അധ്വാനിച്ച എല്ലാ മാതാപിതാക്കളെയും സമർപ്പിച്ച് അവരുടെ ഉള്ളിലെ സകല നൊമ്പരങ്ങളെയും വേദനകളെയും ഒരു ആരാധനയായി സമർപ്പിച്ച് മക്കളെ, നമുക്ക് രണ്ട് കൈകളൊന്ന് യാചനാ രൂപത്തിൽ തുറന്നു പിടിച്ച് യേശുവേ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊക്കെ എന്തുമാത്രം സങ്കടങ്ങളാണ് കർത്താവിനോട് പറയാനുള്ളത്, എന്തുമാത്രം നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. എല്ലാം സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഓരോരുത്തരും കുടുംബങ്ങളിലുള്ള ഓരോരുത്തരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണം. വലിയ അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ വന്നു നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് സ്തുതിച്ച് വിളിച്ച് രണ്ട് കൈകളും ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ. കരുണാമയ ഖനിയേണമേ, യേശുവേ നാഥ ഖനിയേണമേ. കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. എല്ലാവരും ഉറക്കെ വിളിച്ചാലപിക്കുക. കരുണാമയ ഖനിയേണമേ, കർത്താവേ. യേശുവേ നാഥ ഖനിയേണമേ. ഈശോയേ. കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് കരുണയായിരിക്കേണമേ. കാൽവരിയിലെ മലയിൽ കുരിശിൽ തൂങ്ങി മരണസമയത്ത് മനുഷ്യനെ കരുണയോടുകൂടി അവർ നോക്കിയ ദൈവമാണ് ഈ അൾത്താരയിൽ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ ഇന്ന് എനിക്കായി വന്നണഞ്ഞിരിക്കുന്നത്. കുരിശിൻ്റെ വഴിയിലെ യാതനയിൽ
എൻ്റെ ദുഃഖങ്ങളും എൻ്റെ രോഗങ്ങളും എൻ്റെ വേദനകളും എൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങളും എല്ലാം ഏറ്റെടുത്ത് കുരിശിൻ്റെ വഴിയിൽ നീ ഏറ്റെടുത്ത വലിയ വേദനയിലൂടെ നീ കടന്നുപോയപ്പോൾ വഴിയിലൂടെ ചിന്തിപ്പോയ രക്തവും വഴിയിലൂടെ ശരീരത്തിൽ നിന്ന് വാർന്നുപോയ വെള്ളവും ഞങ്ങൾക്കായി കരുതി വച്ചപ്പോഴും അതെല്ലാം ഒഴുകി തീർന്നപ്പോഴും കാൽവരിയിൽ ഒരുവന് വേണ്ടി മാത്രം, നിന്നെ കുത്തി മുറിവേൽപ്പിച്ചവന് വേണ്ടി മാത്രം ഹൃദയത്തിൽ ഒരു തുള്ളി രക്തവും ഒരു തുള്ളി വെള്ളവും കരുതി വെച്ച സ്നേഹമുള്ള ഈശോയെ, ദൈവം കരുണയാണ്, ദൈവം സ്നേഹമാണ് എന്ന് കുരിശിൻ്റെ വഴിയിലും കുരിശിലും കിടന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദിവ്യകാരുണ്യമായ ഈശോയെ, ഒരിറ്റു കരുണയ്ക്കു വേണ്ടി നിന്റെ സ്നേഹം കാത്തിരുന്ന് ഞങ്ങളും ഇതാ ഇന്ന് നിന്റെ മുമ്പിൽ വന്നണഞ്ഞിരിക്കുന്നു കർത്താവേ. നിന്റെ ഹൃദയത്തിൽ ഒരു തുള്ളി രക്തവും ഒരു തുള്ളി വെള്ളവും എനിക്കായി കരുതി വച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ. എൻ്റെ രക്ഷ നിനക്ക് വലിയതായിരുന്നു, എൻ്റെ രക്ഷ നിന്റെ ആവശ്യമായിരുന്നു കർത്താവേ. നീ എനിക്ക് വേണ്ടി കരുതി വെച്ച ആ ഒരു തുള്ളി രക്തവും ആ ഒരു തുള്ളി ചോരയും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുക്കി തരണമേ. ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് വിളിച്ചു പറഞ്ഞവനെ പോലെ ഞാനും അങ്ങയുടെ സന്നിധിയിൽ ഇതാ വിളിച്ചു പറയുന്നു കർത്താവേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട്, അങ്ങയുടെ ഹൃദാവിൽ നിന്ന് ഒഴുകിയ ഒരു തുള്ളി വെള്ളം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പൂർവ്വപിതാക്കന്മാരോട് കരുണയോടുകൂടി വർത്തിച്ച കർത്താവേ, മരുഭൂമിയിൽ അലഞ്ഞവർക്ക് മേഘസ്തംഭമായും ദീപസ്തീപമായും ഒക്കെ അങ്ങ് ഒഴുകി ഇറങ്ങിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കരുണയോടുകൂടി അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ നൊമ്പരങ്ങളിലേക്ക്, ഞങ്ങളെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിരാശകൾ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായപ്പോഴും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ സമയങ്ങളിൽ നീ ഞങ്ങളുടെ കൂടെ നടന്ന ഒരുപാട് നിമിഷങ്ങളെ ഞങ്ങൾ ഈ സമയം ഓർത്തെടുക്കുന്നു കർത്താവേ. പക്ഷേ ഞങ്ങൾ പലപ്പോഴും സംശയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വേദനകളുടെ സമയത്ത്, നിരാശകളുടെ സമയത്ത്, നൊമ്പരങ്ങളുടെ സമയത്ത് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ എന്ന്. ജീവിതത്തിൻ്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവേ, ഞാൻ അറിയുന്നു നീ എന്നെ എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. എനിക്ക് നടക്കാൻ കഴിയാതെ പോയ നിമിഷങ്ങളിൽ നീ എന്നെ തോളിലേറ്റി നടക്കുകയായിരുന്നു കർത്താവേ. നിന്റെ വിലാവിലേക്ക് ചാരി ഞാനിതാ നിന്നോട് ഏറ്റുപറയുന്നു കർത്താവേ, നീ കരുണ നിറഞ്ഞവനാണ്. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒരു വട്ടം കൂടി നീ ഇന്ന് കടന്നു വരണമേ. വിശുദ്ധനായ ചാവറയച്ചൻ്റെ കരുണ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ വിശുദ്ധൻ ഞങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃക പോലെ ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇതാ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നൊമ്പരങ്ങളെ, ഞങ്ങളുടെ വേദനകളെ നീ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ നൊമ്പരങ്ങൾ ഞങ്ങൾ നിന്റെ മുമ്പിൽ ഇറക്കി വയ്ക്കുന്നു കർത്താവേ. ഒരുപാട് സമയം മറ്റുള്ളവരാൽ പരിത്യക്തമാക്കപ്പെട്ട നിമിഷങ്ങളുണ്ടായപ്പോൾ, വേദനിക്കുന്ന നിമിഷങ്ങളുണ്ടായപ്പോൾ നീ ഞങ്ങളുടെ കൂടെ നടന്ന് ആശ്വാസം നൽകിയതുപോലെ, എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരെ ഉൾക്കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലൂടെ പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ ദിവ്യകാരുണ്യനാഥ, ഈ അൾത്താരയിൽ നിന്ന് ഞങ്ങളുടെ വികൃതമായ ജീവിതങ്ങളിലേക്ക്, നൊമ്പരങ്ങളുള്ള ജീവിതങ്ങളിലേക്ക്, നിരാശപ്പെട്ട ജീവിതങ്ങളിലേക്ക്, മുറിവേറ്റപ്പെട്ട ജീവിതങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ കർത്താവേ. ഞങ്ങളിതാ നിന്നെ ആരാധിച്ച് സ്തുതിക്കുന്നു. ഞങ്ങളുടെ നൊമ്പരങ്ങൾ നിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് ഞങ്ങളിതാ നിന്നെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് നമ്മുടെ നൊമ്പരങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ ദുഃഖങ്ങളെ, രോഗങ്ങളെ നമ്മളെ അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് എളിമയോടുകൂടി ഇരുകരങ്ങളും ചേർത്ത് വെച്ച്, നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഉള്ളിലെ നൊമ്പരമൊന്നൊന്നായി ചൊല്ലുവാൻ നിൻ മുൻപിൽ വന്നിതാ നിന്നിടുന്നു. ഉള്ളിലെ നൊമ്പരമൊന്നൊന്നായി ചൊല്ലുവാൻ നിൻ മുൻപിൽ വന്നിതാ നിന്നിടുന്നു. എല്ലാവരും ഒരുമിച്ച് ആരാധന അങ്ങേക്ക് ആരാധന,
ദിവ്യകാരുണ്യമേ ആരാധന. എല്ലാവരും ആരാധന അങ്ങേക്ക് ആരാധന. ദിവ്യകാരുണ്യമേ ആരാധന. കർത്താവായ ഈശോയെ, ഞങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിച്ചത് പലതും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ചോർന്നു പോയ നിമിഷങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട് കർത്താവേ. പക്ഷേ ഉത്ഥാനത്തിന് ശേഷം തിബേരിയൂസ് കടൽ തീരത്ത് നിരാശരായി വരുന്ന ശിഷ്യന്മാരെ പ്രതീക്ഷിച്ച് അവർക്ക് പ്രാതലൊരുക്കി കാത്തിരുന്ന കർത്താവിൻ്റെ അതേ സജീവമായ സാന്നിധ്യമാണ് എന്നെ പ്രതിയുള്ള കരുതലിനെ പ്രതി ഈശോയെ ഈ അൾത്താരയിൽ അപ്പത്തിൻ രൂപത്തിൽ എനിക്ക് ഭക്ഷണമായി, എൻ്റെ ആത്മീയ ഭോജനമായി നീ ഇതാ ഈ അൾത്താരയിൽ അണഞ്ഞിരിക്കുന്നു. സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളോട് നീ കരുണ കാണിച്ചപ്പോൾ നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടതൊന്നു മാത്രമാണ്, നീയും പോയി അതുപോലെ ചെയ്യുക, നീയും പോയി അതുപോലെ ചെയ്യുക. ഒരുപാട് നന്മകളും ഒരുപാട് കൃപകളും ഒരുപാട് കാരുണ്യവും ഞങ്ങൾ അനുഭവിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ഇന്നും നടന്നിട്ടുള്ള സഹോദരങ്ങളെ കാണാതെ പോയ നിമിഷങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ് കർത്താവേ. കരുണയോടുകൂടിയ കണ്ണുകളിലേക്ക് ഞങ്ങളെ നോക്കി നിന്നവരോട് കരുണയില്ലാതെ പെരുമാറിപ്പോയ ഒരുപാട് നിമിഷങ്ങളെ ഞങ്ങൾ ഓർത്തെടുക്കുന്നു കർത്താവേ. നിന്റെ മുമ്പിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു കർത്താവേ. തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട് ഞങ്ങൾക്ക്. കരുണ കാണിക്കേണ്ട നിമിഷങ്ങളിൽ ഞങ്ങൾ കരുണ സ്വീകരിച്ചപ്പോഴും കരുണ കാണിക്കാതെ മുഖം തിരിഞ്ഞു പോയ ഒരുപാട് നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മറ്റുള്ളവരോട് പെരുമാറിയ രീതിയിലൊക്കെ ഉണ്ടായി പോയിട്ടുണ്ട്. ഞങ്ങളോട് മറ്റുള്ളവർ കരുണ കാണിച്ചപ്പോൾ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ഞങ്ങളോട് ചേർന്ന് നിന്നവരെ മാറ്റി നിർത്തിയും പുറംതിരിഞ്ഞ് കാണിച്ചുമൊക്കെ ഞങ്ങൾ കടന്നുപോയ ആ നിമിഷങ്ങളെ ഓർക്കുന്നു. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. കരുണയോടും അതിനേക്കാൾ ഉപരി വലിയ സ്നേഹത്തോടും കൂടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് ഞങ്ങളുടെ സ്നേഹമായി മാറിയ ഞങ്ങളുടെ മാതാപിതാക്കന്മാരോട് ദയയില്ലാതെയും കരുണയില്ലാതെയും പെരുമാറിയ നിമിഷങ്ങളെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഹോദരങ്ങളോട് ഒരുപക്ഷെ ഞാൻ ഒരു വാക്ക് അവനോട് സംസാരിച്ചിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഒരു നിമിഷം ഞാൻ അവളോട് ഒന്ന് എല്ലാം ക്ഷമിച്ചിരുന്നുവെങ്കിൽ എത്രയോ സുന്ദരമായി പോകാമാകുന്ന ജീവിതങ്ങളിലേക്ക്, നിരാശകളിലേക്ക് ഞങ്ങളുടെ പ്രവൃത്തികൾ മൂലം എത്രയോ പേർ കടന്നുപോയിട്ടുണ്ട് കർത്താവേ. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലേക്ക് കരുണ കാണിക്കേണ്ട നിമിഷങ്ങളിൽ കരുണയില്ലാതെ കടന്നുപോയിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളിൽ ഞങ്ങളുടെ മക്കൾ വഴിതിരിഞ്ഞു പോകാൻ ഇടയായ നിമിഷങ്ങളെ ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. നിന്റെ കരുണയോടുകൂടിയ നോട്ടം ഞങ്ങളുടെ മേലുണ്ടാകണമേ. കൃപ നിറഞ്ഞ കർത്താവേ, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നീ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ പെയ്തിറങ്ങണമേ. നിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങളിതാ നിന്റെ മുമ്പിൽ മുട്ടുകൾ കുത്തുന്നു കർത്താവേ. ആശീർവദിക്കാനായി നീ കരമുയർത്തുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കരുണയായി നീ പെയ്തിറങ്ങണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ വേദനകളിലേക്ക്, രോഗങ്ങളിലേക്ക്, നിരാശകളിലേക്ക് എല്ലാം കർത്താവേ കടന്നു വരണമേ. ആശീർവാദത്തിനായി, നിന്റെ ഉയർത്തിയുള്ള ആശീർവാദത്തിനായി ഞങ്ങളിതാ കർത്താവേ നിന്റെ മുമ്പിൽ മുട്ടുകുത്തി ശിരസ് നമിച്ച് നിൽക്കുന്നു. അനുഗ്രഹങ്ങൾ കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങളെ, മക്കളെ, മാതാപിതാക്കന്മാരെ നീ കരുണയോടുകൂടി ആശീർവദിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടും ചേർത്ത് ഞങ്ങളിതാ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നു. കരുണയോടുകൂടി ഞങ്ങളെ കരം നീട്ടി അനുഗ്രഹിക്കണമേ ഈശോയെ. കരുണാമയ കനിയേണമേ, യേശുവേ നാഥ കനിയേണമേ. കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. എല്ലാവരും ഒരുമിച്ച് കരുണാമയ വിളിച്ച് പ്രാർത്ഥിക്കാം. കനിയേണമേ,
യേശുവേ യേശുവേ നാഥ കനിയേണമേ കർത്താവേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ എല്ലാവരും ഞങ്ങളിൽ കരുണയായിരിക്കേണമേ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളിൽ കരുണയായിരിക്കേണമേ രണ്ട് കൈകളെ യാചനാരൂപത്തിൽ തുറന്ന് പിടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ധന്യൻ ചാവറ പൂജ്യ പിതാവേ, ഭവന വിശുദ്ധിക്കധ്യാപകനേ, അരുളണമേ തവ തിരുവചനങ്ങൾ ഭാരത സഭയുടെ യുഗപുരുഷ. ധന്യൻ ചാവറ പൂജ്യ പിതാവേ, ഭവന വിശുദ്ധിക്കധ്യാപകനേ, അരുളണമേ തവ തിരുവചനങ്ങൾ ഭാരത സഭയുടെ യുഗപുരുഷ.